നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇറാൻ അവരുടെ തുറപ്പുചീട്ടാക്കി മാറ്റിയതാണ് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ലോകത്തെ ഏറ്റവും അധികം ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ച ഇറാനാകട്ടെ തങ്ങൾക്ക് സ്വീകാര്യമായ അല്ലെങ്കിൽ തങ്ങളുടെ ശത്രുക്കളല്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമേ അതുവഴി കടത്തിവിടുകയുള്ളൂ എന്നുള്ള ഒരു കർശന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇതനുസരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ചരക്ക് കപ്പലുകളെല്ലാം തന്നെ വളരെ സുഗമമായി ഇതിലൂടെ കടന്നു പോയിരുന്നു. ഇന്ത്യയുടെ വിഷമം തങ്ങളുടെ കൂടി വിഷമമാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അഗരാച്ചി അന്ന് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി വളരെ നല്ല നയതന്ത്ര ബന്ധം പുലർത്തിയതിൻ്റെ പേരിലാണ് അവർ നമ്മുടെ കപ്പലുകളൊക്കെ തന്നെ പോകാൻ അനുവദിച്ചത്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളാകട്ടെ ഇക്കാര്യത്തിൽ വല്ലാത്ത ഒരു അവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിലും അതുപോലെ പ്രകൃതിവാതകവും എല്ലാം തന്നെ കടന്നു പോകുന്നത് ഇതുവഴിയായിരുന്നു. അമേരിക്ക പലതവണ കർക്കശ നിർദ്ദേശം നൽകിയിട്ട് പോലും ഇറാൻ ഈ കടലെടുക്ക് അവർക്കായി തുറന്നു കൊടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുകയാണ്. ആദ്യമായി ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെ കപ്പൽ ഇതുവഴി കഴിഞ്ഞ ദിവസം കടന്നു പോയിരുന്നു. ഇത് ഫ്രാൻസിൻ്റെ കപ്പലായിരുന്നു. CMA CGM എന്ന പ്രമുഖ ഫ്രഞ്ച് കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പലാണ് ഇതുവഴി കടന്നുപോയത്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിൽ അമ്പരപ്പിച്ചിരുന്നു എങ്കിൽ പോലും ട്രംപിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കാണാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത് എന്നാണ് സ്വാഭാവികമായി ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഡൊണാൾഡ് ട്രംപിനെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. ഇതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ഇറാനെ ഫ്രഞ്ച് കപ്പലിനെ അതുവഴി കടന്നു പോകാൻ അനുവദിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് വേണം കരുതാൻ. മാത്രമല്ല, നേരത്തെ മാക്രോണിൻ്റെ ഭാര്യയെക്കുറിച്ചും ട്രംപ് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു ഒത്തുതീർപ്പുണ്ടാക്കാതെ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനെയാണ് മാക്രോൺ അതിരൂക്ഷമായ ഭാഷയിൽ ട്രംപിനെ വിമർശിച്ചത്. ഒരുപക്ഷെ നാളെ കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ഒരു ലൈനിലേക്ക് വരികയും ഡൊണാൾഡ് ട്രംപിനോട് അടിയന്തര യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അത് ട്രംപ് തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ട്രംപിനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രകൃതിവാതകം ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിൽ അവിടുത്തെ സാധാരണക്കാരുടെ ജനജീവിതത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കുകയും അതുവഴി കൂടുതൽ കപ്പലുകൾ കടന്നു പോവുകയൊക്കെ ചെയ്താൽ പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾക്കുള്ളൊരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കാൻ താൻ മുൻകൈ എടുക്കാം എന്നുള്ള വാഗ്ദാനമായി നേരത്തെ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ അമേരിക്കൻ പ്രസിഡൻറ്റും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന സൈനിക നടപടിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഖത്തറിൻ്റെ ചില കപ്പലുകൾ കടന്നു പോകാൻ നേരത്തെ ഇറാൻ അനുമതി നൽകിയിരുന്നു. തങ്ങളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ മാത്രം തൽക്കാലം ഇക്കാര്യത്തിൽ സഹായിച്ചാൽ മതി എന്നുള്ള ഒരു കർശന നിലപാടിലേക്ക് ഇറാൻ നീങ്ങുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ള ചിന്തയിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ പലതും ട്രംപിൻ്റെ ഈ നിലപാടിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല എന്നും ഭാവിയിൽ തങ്ങളുടെ രാജ്യത്തിന് വലിയ തോതിലുള്ള ദുരന്തം വരുത്തി വയ്ക്കുമെന്നും വ്യക്തമായി അറിയാവുന്നുള്ള ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തങ്ങളുടേതായ രീതിയിൽ ഒരുപക്ഷെ ഈ പ്രശ്നത്തിനൊരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള നീക്കം നടത്തുമോ എന്ന് സ്വാഭാവികം സംശയിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ അതല്ലെങ്കിൽ ഇറാനെ താൻ പൂർണ്ണമായി ഇല്ലാതാക്കി കളയുമെന്ന് പറയുമ്പോൾ പോലും ഇറാനിൽ നിന്ന് നിരന്തരമായി ഇപ്പോൾ ആക്രമണം അമേരിക്ക നേരിടേണ്ടി വരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അമേരിക്കയിലെ ജനങ്ങൾ പോലും ഒരു പരിധിവരെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ അംഗീകരിക്കാത്ത അതിൻ്റെ ഈ നിലപാടുകൾ ശരിയല്ല എന്നും ഇത് ജനങ്ങൾക്ക് ആത്യന്തികമായി വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാക്കുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. എന്നിട്ടും ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ഒത്തുതീർപ്പിന് തയ്യാറാകാതെ താൻ ഹോർമൂസ് കടലെടുക്ക് ബലം പ്രയോഗിച്ച് തുറക്കും എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ പ്രായോഗികമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ട്രംപ് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായൊക്കെ തന്നെ ഇറാന് നല്ല ബന്ധമാണുള്ളത്. അതുപോലെ ചൈനയുമായിട്ടുണ്ട്, റഷ്യയുമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖല ഒരു വലിയ ശാക്തിക ചേരിയായി മാറുമോ എന്നുള്ള സംശയവും ഇപ്പോൾ ട്രംപിനുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും അതുപോലെ മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്താൽ, അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻകൈ എടുക്കാൻ എല്ലാവരും കൂടി മുന്നിട്ടിറങ്ങിയാൽ
ട്രംപിന് അവസാനം അത് അനുസരിക്കാതെ അല്ലെങ്കിൽ അതിന് കീഴടങ്ങാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെ കപ്പൽ കടന്നുപോയത് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ ഒരു നയതന്ത്ര ചുവടുവെപ്പായി നമ്മൾ കണക്കാക്കേണ്ടത്.